സ്റ്റോറി സ്പേസിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 മുല്ല കഥകൾ കേൾക്കാം. മുല്ല നസ്രുദ്ദീൻ്റെ അയൽക്കാരി സ്ത്രീ ഒരു തത്തയെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ മുല്ല നസ്രുദ്ദീൻ്റെ ഭാര്യയ്ക്കും വാശിയായി ഒരു തത്തയെ വാങ്ങണമെന്ന്. അവർ ഒരു തത്തയെ വാങ്ങുന്നതിന് വേണ്ടി ചന്തയിൽ എത്തിച്ചേർന്നു. അവരും ഒരു സ്ത്രീയല്ലേ, അയൽപക്കത്തുള്ളവർ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് മുല്ലയുടെ ഭാര്യ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. തത്തയെ വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. അയൽപക്കത്തുള്ളവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല തത്തയെ വാങ്ങണമെന്ന വാശിയായിരുന്നു മുല്ലയുടെ ഭാര്യയ്ക്ക്. അങ്ങനെ തത്തയെ വിൽക്കുന്ന കടയിൽ എത്തിച്ചേർന്നു. തത്ത വിൽപ്പനക്കാരൻ പറഞ്ഞു, അത്ഭുതകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു തത്തയുണ്ട് ഇവിടെ. എന്നാൽ അതിൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയായിരുന്നില്ല. ആദ്യം അതൊരു വേശ്യാലയത്തിലായിരുന്നു വളർന്നത്. അതുകൊണ്ട് അല്പസ്വല്പം വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടെ വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തത്തയെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ സഹവാസം അത്തരത്തിലുള്ള ആളുകളോടൊപ്പമായിരുന്നു. ആയതിനാൽ ആ തത്തയെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല. എന്നാൽ അതിന് വളരെ കലാത്മകമായി സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഭാര്യ പറഞ്ഞു, ഓ, അതൊന്നും സാരമില്ല. ഇത്രയും ചീത്തയായ നസ്രുദ്ദീൻ്റെ സ്വഭാവം നന്നാക്കിയെടുക്കാമെങ്കിൽ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. വെറുമൊരു തത്തയല്ലേ, തത്തകളെ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ കഴിയും. നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അനുസരണക്കേട് കാട്ടുകയാണെങ്കിൽ കഴുത്ത് ഞെരിക്കും, അത്ര തന്നെ. എന്നാൽ നല്ലതുപോലെ സംസാരിക്കുന്ന തത്തയെ തന്നെയാണ് എനിക്ക് വേണ്ടത്. വിൽപ്പനക്കാരൻ പറഞ്ഞു, സംസാരത്തിൻ്റെ കാര്യത്തിൽ ഇതിനെ ജയിക്കാൻ മറ്റൊരു തത്തയെ കൊണ്ടും സാധ്യമല്ല. സംസാരിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിന് സിനിമാ പാട്ട് പാടാനും അറിയാം. ശരി, എന്നാൽ ഞാൻ ഈ തത്തയെ തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. സംസാരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ അയൽക്കാരിയുടെ തത്തയെ തോൽപ്പിക്കണം. അവളുടെ തത്തയെ ഒരു പാഠം പഠിപ്പിക്കണം, ഭാര്യ പറഞ്ഞു. നസ്രുദ്ദീൻ്റെ ഭാര്യ തത്തയെയും വാങ്ങി നടക്കാൻ തുടങ്ങി. തത്ത വഴിനീളെ സിനിമാ പാട്ട് പാടിക്കൊണ്ടിരുന്നു, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടുകൾ. ഇതൊരു അത്ഭുത തത്തയെ തന്നെയാണല്ലോ കിട്ടിയതെന്നോർത്ത് നസ്രുദ്ദീൻ്റെ ഭാര്യ സന്തോഷിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. കൂട്ടിലിട്ട ഉടനെ തത്ത പറഞ്ഞു, കൊള്ളാം, പുതിയ വീട്, മനോഹരമായ വീട്. നസ്രുദ്ദീൻ്റെ ഭാര്യ സന്തോഷത്താൽ തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പോൾ നസ്രുദ്ദീൻ്റെ പെൺമക്കൾ കോളേജിൽ നിന്ന് തിരിച്ചെത്തി. തത്ത പറഞ്ഞു, ഓ, പുതിയ പുതിയ പെൺകുട്ടികൾ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സുന്ദരികൾ. എൻ്റെ ദൈവമേ, ഇത്രയും സുന്ദരി കുട്ടികളെ ഞാൻ കണ്ടിട്ടേയില്ല. നസ്രുദ്ദീൻ്റെ ഭാര്യ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഇതൊരു വിചിത്ര തത്ത തന്നെ. അപ്പോൾ മുല്ല നസ്രുദ്ദീനും ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി. തത്ത പറഞ്ഞു, ഹലോ നസ്രുദ്ദീൻ, പുതിയ വീട്, പുതിയ യജമാനത്തി, പുതിയ പുതിയ പെൺകുട്ടികൾ. പക്ഷേ ഭർത്താവെന്ന ഇടപാടുകാരൻ പണ്ട് കാണാറുണ്ടായിരുന്ന പഴക്കം ചെന്ന ആ മടയൻ തന്നെ. അടുത്ത കഥ. ഒരു ദിവസം മുല്ല നസ്രുദ്ദീൻ തൻ്റെ പട്ടിയോട് പറഞ്ഞു, നീ ഇവിടെ 4 ചുറ്റും തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ കാര്യം നടക്കില്ല. ഉയർന്ന വിദ്യാഭ്യാസത്തിനായി കോളേജിൽ ചേരണം. പഠിപ്പും വായനയുമില്ലെങ്കിൽ ഈ ലോകത്തൊന്നും നേടാൻ കഴിയില്ല. കോളേജിൽ പോയി പഠിച്ചാൽ നീ ഒരു നവാബായിത്തീരും. മുല്ല പറഞ്ഞ കാര്യം ശരിയാണെന്ന് പട്ടിക്കും തോന്നി. ആരാണ് നവാബായി തീരാൻ ആഗ്രഹിക്കാത്തത്? ആയതിനാൽ പട്ടി കോളേജിൽ പ്രവേശനമെടുത്തു. 4 വർഷത്തെ പഠിപ്പ് പൂർത്തിയായതിനു ശേഷം പട്ടി കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുല്ല ചോദിച്ചു, എന്തൊക്കെ പഠിച്ചു? പട്ടി പറഞ്ഞു, ഇതിഹാസത്തിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. മനുഷ്യരെക്കുറിച്ച് ഇതിഹാസം പഠിച്ചിട്ട് പട്ടിക്ക് എന്ത് നേടാനാ? അതിൽ പട്ടികളെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. ഇവിടെ അലക്സാണ്ടറേയും ഹിറ്റ്ലറേയും പോലുള്ള വലിയ വലിയ പട്ടികളുണ്ടായിരുന്നല്ലോ. അതുപോലെ ഞങ്ങളുടെ വംശത്തിലും പേരുകേട്ട പട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഇതിഹാസത്തിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ആയതിനാൽ ഇതിഹാസം അത്ര രസകരമായി എനിക്ക് തോന്നിയില്ല. എന്നെയും എൻ്റെ ജാതിയെയും കുറിച്ച് വർണ്ണനയൊന്നുമില്ലാത്തിടത്ത് എന്ത് രസം. ഭൂമിശാസ്ത്രത്തിൽ എനിക്ക് അല്പം താല്പര്യമുണ്ടായിരുന്നു.
അതും പട്ടികൾക്കാവശ്യമുള്ളത്ര മാത്രം. അതായത് പോസ്റ്റ് ഓഫീസുകാരുടെ എഴുത്തുപെട്ടികളിലും ഇലക്ട്രിസിറ്റിക്കാരുടെ വൈദ്യുത സ്തംഭങ്ങളിലും മറ്റും. എന്തുകൊണ്ടെന്നാൽ അത് ഞങ്ങളുടെ മൂത്രപ്പുരയാണ്. ഇടയ്ക്കിടെ കാലുപൊക്കി ഞങ്ങളതിൽ മൂത്രമൊഴിക്കാറുണ്ട്. അതിൽ കൂടുതലായൊന്നും രസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുല്ല അല്പം അമ്പരപ്പോടെ ചോദിച്ചു. അപ്പോൾ കണക്ക് വിഷയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പട്ടി പറഞ്ഞു. കണക്ക് പഠിച്ചിട്ട് ഞങ്ങൾ എന്തു ചെയ്യും? ഗണിതത്തിൽ ഒരർത്ഥവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾക്ക് ധനവും സമ്പത്തും ശേഖരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഈ ക്ഷണത്തിലാണ് ജീവിക്കുന്നത്, വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. നാളെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ച് പരാതിയുമില്ല. പിന്നെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല എന്നതിനാൽ കണക്ക് കൂട്ടേണ്ട ആവശ്യവുമില്ല. അങ്ങനെ കണക്ക് സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആരിൽ നിന്നാണ് വാങ്ങേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? കണക്ക് ബുക്കും ബാലൻസും ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. മുല്ല പറഞ്ഞു. 4 കൊല്ലം വെറുതെ പാഴാക്കി കളഞ്ഞു. പട്ടി പറഞ്ഞു. ഇല്ല, 4 കൊല്ലത്തെ പഠിപ്പ് പാഴായിട്ടില്ല. ഞാൻ ഒരു വിദേശ ഭാഷയിൽ പാണ്ഡിത്യം നേടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മുല്ലയ്ക്ക് സന്തോഷമായി. എന്തെങ്കിലും ഒന്ന് നേടിയല്ലോ. അപ്പോൾ നിനക്ക് വിദേശ വിഭാഗത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അക്കാര്യം ഞാൻ ഏറ്റു. ഭാഗ്യം കൂട്ടി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ നയതന്ത്ര പ്രതിനിധിയുമായി തീരാം. അല്ലെന്നുണ്ടെങ്കിൽ വിദേശമന്ത്രിയുമാകാം. എന്തെങ്കിലും ഒന്നായി തീരും. അതുറപ്പായ കാര്യമാണ്. മിടുക്കൻ പട്ടി, നീ വിദേശ ഭാഷയെങ്കിലും പഠിച്ചല്ലോ. എനിക്കാണെങ്കിൽ അതും അറിയില്ല. നീ പഠിച്ച ആ വിദേശ ഭാഷയുടെ ഒരു ഉദാഹരണം എൻ്റെ ഒരു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഒന്ന് കേൾപ്പിക്കാമോ? പട്ടി യോഗിയെപ്പോലെ കണ്ണുകളടച്ച് ധ്യാനനിമഗ്നനായിരുന്നു. പിന്നെ വളരെ ദുഷ്കരപ്പെട്ട് വലിയൊരു അഭ്യസ്തനെ പോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. മ്യാവ്. ഈ വിദേശ ഭാഷയാണോ പഠിച്ചു വന്നിരിക്കുന്നത്? അതെ, പട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെയാണ് അവരുടെ വിദേശ ഭാഷ.